നമസ്കാരം സുഹൃത്തുക്കളെ, എന്തും മനോഹരമായിട്ടുള്ളൊരു ഫുഡ് കോർട്ട് അല്ലേ. ഇതിൻ്റെ അറ്റത്തെ കട ഉണ്ടോ നിങ്ങൾ, സ്ക്വേഴ്സ്. ഞാൻ ഇവിടെ നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വെച്ചിട്ട് ഭയങ്കര അഭിപ്രായം. ഇപ്പോൾ ഈ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള വാക്ക് വേ, നമ്മുടെ കണ്ണങ്കാട്ട് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സംഭവം. അപ്പോൾ ഇതാണ് ആ കട, സ്ക്വേഴ്സ്. നമുക്കിവിടെ കുറേ ടിക്കുകൾ, കബാബ്സ് അതൊക്കെയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. നമുക്ക് ആ മെനു കാർഡ് ഒന്ന് നോക്കാം. അപ്പം മെനുവിൽ ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടത് പ്ലാറ്റർ സെറ്റപ്പുകളുണ്ട്. ഡൽഹി ദർബാർ മിനി കബാബ് ഫീസ്റ്റ്, അതേപോലെ തന്നെ മുഗളായി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതാണ് ഗൈസ് ഓർഡർ ചെയ്യേണ്ടത്, ടിക്കുകൾ. പക്ഷെ ഞാനുണ്ടല്ലോ ഈ ആഡ് ഓൺസ് മാത്രം ഓർഡർ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. 4 ആഡ് ഓൺസ് ഞാൻ പറയട്ടെ, നമുക്ക് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. പിന്നെ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. സോ നമ്മൾ ഐറ്റംസ് എത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക. ഓക്കെ, ഇത് തന്നെ ചിക്കൻ ടിക്ക. പിന്നെ ഹരിയാലി ടിക്ക, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാന്താരി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹരിയാലി. പിന്നെ അതേപോലെ തന്നെ ചീസും പിന്നെ മലായിയും 4 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം ഗൈസ്. ഇത് ചീസി ടിക്ക. നമുക്ക് ആദ്യം ചീസ് കഴിക്കാം. ഞാനേ കൂടെ ഇതിൻ്റെ ഒപ്പം റുമാലി റൊട്ടിയൊന്നും മേടിച്ചിട്ടില്ല, കുഴപ്പമില്ല. നമുക്ക് ആദ്യം ചീസ് നോക്കാം. ചീസ് രക്ഷയില്ല. ഇവിടെ ചീസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചീസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക്, അതേപോലെ മയോണൈസിൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. മയോണൈസ് ഇട്ടിട്ടുണ്ടോ? മയോണൈസിൻ്റെ ടേസ്റ്റ് ആയിട്ടാണോ? ശരിയാ, മയോണൈസിൻ്റെ ടേസ്റ്റ് ആയിട്ടാണോ ചീസിൽ. ചെറിയ ഇഷ്ടമാണ് മൊത്തം തിന്നാ. കൊള്ളാം. മയോണൈസ് ബേസിക്കലി മയോണൈസിൻ്റെ ടേസ്റ്റ് എനിക്ക് അതിൽ കിട്ടണം. മയോണൈസ് പക്ഷെ കൊള്ളാം, സാധനം അടിപൊളിയാണ്. അപ്പോൾ അത് തീർന്ന്, ചീസിൻ്റെ തീർന്ന്, നമുക്ക് ഇതെടുക്കാം. ഇത് വന്നിട്ട് മലായി ടിക്ക. അതാണ് ഇത് മലായി. ഇവിടെ ഇല്ലല്ലോ, ലക്നൗവി മലായി, അതന്നെ നവാബി മലായി ടിക്ക. അതാണിത്, നവി മലായി ടിക്ക. ഇത് പക്ഷേ ചീസ് പോലെ തന്നെ ഉണ്ട്, പക്ഷെ കഴിച്ചു നോക്കാം നമുക്ക് എന്തായാലും. ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇത് ഒന്നും ഇല്ല, അതായത് മറ്റേ ക്രീമിൻ്റെ ഇതൊന്നും ടേസ്റ്റ് തോന്നാറില്ല. കൊള്ളാം. ഇല്ല, എനിക്ക് മറ്റേ ഇഷ്ടപ്പെട്ട ആദ്യം നിന്നും ചീസിയാണ് ടേസ്റ്റ്. ഇത് അത്ര പോരാ. നമുക്കിനി അടുത്ത് ഇത് കഴിക്കാം. ഒരു ടിക്ക, ഇത് ഹരിയാലി എങ്ങാണ്ടാണ് സംഭവം. എന്തായാലും പച്ചയാണ്, പച്ച ഹരിയാലി സംഭവമൊക്കെ ആയിരിക്കും. പിന്നെ നല്ല അടിപൊളി കഷ്ണം കണ്ട. അത് തന്നെ നമ്മുടെ പച്ച മസാല, അത് തന്നെ സംഭവം പച്ച മസാല. അതാണിത്. ഈ കാന്താരി ഷവായല്ല, നമ്മുടെ അൽഫാമൊക്കെ കിട്ടും കാന്താരി എന്ന് പറഞ്ഞിട്ട്, ആ സാധനം തന്നെ, ആ ഫ്ലേവറൊക്കെ തന്നെ ഇത്. ഇത് ഞാൻ പറയാം, അതന്നെ ആ കാന്താരി ഫ്ലേവർ, അതാ മെയിൻ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടെ ടിക്കയൊക്കെ കിട്ടും. അടിപൊളി സംഭവം. ടിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങളൊന്നും. ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടും കൂടിയാണ്. നമ്മൾ ഈ ബീഫ് കറിയൊക്കെ എപ്പോഴും കഴിക്കണമല്ലോ, പക്ഷെ ടിക്കയൊക്കെ വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ബീഫിൻ്റെ ഒരു ഐറ്റവും ഇല്ല. മെനു നോക്കുമ്പോൾ തന്നെ ഒരു ബീഫിൻ്റെ ഒരു ഐറ്റവും ഇല്ല, കബാബ് പോലും ഇല്ല ബീഫിൻ്റെ. കണ്ടോ, എല്ലാം ചിക്കൻ്റെ ആണ് എല്ലാം. എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യക്കാരുടെ എന്തെങ്കിലും ഹോട്ടലായിരിക്കും എന്തെങ്കിലും അവിടെ. നമുക്ക് അടുത്ത് ഇതും കൂടി തിന്നാം. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എൻ്റെ. നമ്മുടെ നോർമൽ ടിക്ക നല്ല ജ്യൂസിയാണ്, നല്ല നല്ല വിട്ട് 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 വരുന്നില്ല, പക്ഷെ പിടിക്കാം നമുക്ക്. ഇതാണ് സംഭവം. ഒരു രക്ഷയില്ലടെ ഇവിടെ, ടേസ്റ്റ് കൊണ്ടല്ല,
കൊതുകൊണ്ട് ഒരു രക്ഷയില്ല, ഇരിക്കാൻ സമ്മതിക്കണം. ഇതൊരു ഓപ്പൺ ഡോർ സംഭവമാണ്. ഓപ്പൺ ഡോർ സംഭവമാണ്. അത് തന്നെ നിങ്ങൾക്കറിയാലോ കൊതുകിൻ്റെ. എൻ്റെ മോനെ, ഞാനാണെങ്കിൽ ജീൻസ് പാൻറ്റും ജീൻസ് ഷർട്ടും ഫുൾ സ്ലീവ് ഇട്ടിട്ടാണ് വന്നേക്കണം. എന്നിട്ട് പോലും കൊതുകൾ വെറുതെ വിടണല്ല. രക്ഷയില്ല കൊതുകുകളെ കൊണ്ട്. ഞാൻ നോർമൽ ടിക്കാം. ഇവിടെ പിന്നെ ഹൈദരാബാദി ടിക്ക എന്നൊക്കെ പറയണം. ഹൈദരാബാദി അല്ലോ, ലക്നൗ ചിക്കൻ ടിക്ക. എന്തായാലും നോർമൽ ടിക്ക ഇതാണ്. ഇതേ ടേസ്റ്റാണ് നമുക്ക് കടകളിൽ പോകുമ്പോൾ കിട്ടണം. നോർമൽ ടിക്കറ്റാ. എനിക്ക് ആ ചീസി സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ഞാൻ ആ ചീസിയുടെ ചീസ് ഞാൻ നക്കിക്കൊണ്ടിരിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.